PCOD, PCOS എന്ന് വിളിക്കുന്ന ഈ രോഗാവസ്ഥ ഇന്ന് ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന ഒരു സംഗതിയാണ്. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, PCOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഈ ഒരു അവസ്ഥ സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ ഒരു രോഗാവസ്ഥയിൽ സംഭവിക്കുന്ന സംഗതികൾ സ്ത്രീകളുടെ അണ്ഡാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണില് വരുന്ന ചില തകരാറുകൾ, ചില വ്യതിയാനങ്ങൾ, അതായത് ചുരുക്കി പറഞ്ഞാൽ പുരുഷ ഹോർമോണിന്റെ അളവ് സാന്നിധ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുവഴി ഗർഭാശയത്തിലും അണ്ഡാശയത്തിലും ഫാലോപ്പിയൻ ട്യൂബിലൊക്കെ ഗ്രോത്തുകൾ, സിസ്റ്റുകൾ, ഗ്രന്ഥികൾ, മുഴകൾ ഇതെല്ലാം വളർന്നു വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, സാധ്യതയുണ്ടാകുന്നു. അതുവഴി ക്രമം തെറ്റിയുള്ള ആർത്തവം, ഇത്തരത്തില് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു വരുന്നു. ഇതാണ് ഈ രോഗാവസ്ഥകളുടെ കാരണങ്ങൾ. PCODയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് പലപ്പോഴായിട്ട് പലരും ചോദിച്ചിരുന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ രോഗാവസ്ഥയെ പറ്റിയുള്ള ഒരു ആയുർവേദ കാഴ്ചപ്പാട്, ഇതിന്റെ ലക്ഷണങ്ങള്, കാരണങ്ങള്, ചികിത്സാ രീതികള്, നിത്യജീവിതത്തില് നിങ്ങൾ വരുത്തേണ്ടതായ മാറ്റങ്ങള്, ഡയറ്റും ലൈഫ് സ്റ്റൈലും ചില പൊടിക്കൈകളും ചേർന്ന് ഇന്നത്തെ വീഡിയോ വിശദമായിട്ട് ചുരുക്കി വിവരിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം വീഡിയോ ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. പതിപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ആയുർവേദ രീതിയിൽ ഈ രോഗാവസ്ഥയെ കാണുന്നത് വാതപിത്ത കഫദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ, അതുപോലെ ഏതേത് ദോഷാവസ്ഥയുടെ ലക്ഷണങ്ങളാണോ കൂടുതൽ കാണിക്കുന്നത് ആ ദോഷത്തിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടതായ ഭക്ഷണരീതികളും ജീവിത രീതികളും നിശ്ചയിക്കുക. ആ രീതിയിലാണ് ഇതിനെ ചികിത്സിക്കുന്നത്. പൊതുവെ രസധാതുവിനെയും പിത്തദോഷത്തെയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഗ്രന്ഥി, ഗ്രോത്ത്, സിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാംസധാതു, മേധോധാതുവും വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഫദോഷവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഇത്തരം രോഗാവസ്ഥകളെ ഒരു ആയുർവേദ രീതിയിൽ ചികിത്സിക്കുന്നതിനായിട്ട്. ഈ രോഗാവസ്ഥകളുടെ കാരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈല്, തെറ്റായ ഭക്ഷണ രീതികള്, ജീവിത രീതികള്, യാതൊരു വ്യായാമവും ഇല്ലാത്ത ജീവിത രീതികള്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങള്, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങള്, ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള മാംസാഹാരങ്ങളും കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും എണ്ണപ്പലഹാരങ്ങളും ഇതൊക്കെ ധാരാളമായിട്ട് അമിതമായിട്ട് തുടർച്ചയായിട്ട് ഭക്ഷിക്കുക. എന്നാൽ യാതൊരു വ്യായാമവും ഇല്ല. പകൽ സമയങ്ങളിൽ ഉറങ്ങുന്നു. ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി, അതുപോലെ തന്നെ നാച്ചുറൽ അർജസിനെ, അതായത് കോട്ടുവായിടുന്നത്, ഉറക്കം, അതുപോലെ വിശപ്പ്, യൂറിൻ പാസ് ചെയ്യുന്നത്, ഇതൊക്കെ നിയന്ത്രിക്കുക. ഇത്തരത്തിലുള്ള നാച്ചുറൽ അർജസ് തടയുന്നത് വഴിയും ഈ രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണമായിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വരുന്നു. ഈ തെറ്റായ ഭക്ഷണ രീതിയും ജീവിത രീതിയും തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ആ ഒരു ജീവിത രീതിക്ക് മാറ്റം വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ക്രമമായിട്ടുള്ള ആ മെറ്റബോളിസം അത് കൃത്യമായിട്ട് നടക്കാതെ വരുന്നു. ആ ജീവിതചക്രവും ജീവിത രീതികളും പ്രകൃതിയോട് ഇണങ്ങി അനുകൂലമായിട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇത്തരം രോഗാവസ്ഥകൾ മാത്രമല്ല മറ്റൊരുപാട് രോഗാവസ്ഥകളെ അകറ്റി നിർത്തുന്നതിന് സാധ്യമാവുന്നതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പകലുറക്കം കഫദോഷത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. കഫദോഷം വർദ്ധിക്കുമ്പോൾ നാച്ചുറലി മേധോധാതുവും മാംസധാതുവും വർദ്ധിക്കുന്നുണ്ട്. അതുവഴി അർബുദ രോഗങ്ങളിലേക്ക് വഴിവെച്ചേക്കാം. അതിന് മുന്നോടിയായിട്ട് ഇത്തരം സിസ്റ്റ്, ഗ്രോത്ത്, ഗ്രന്ഥി ഇത്തരം വളർച്ചകളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അഗ്നിവാന്തി ഉണ്ടാവുന്നുണ്ട്, ആമാവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് സംജാതമാകുന്ന ആ വിഷം, ആ ഇൻഫെക്ഷൻ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഫദോഷം വർദ്ധിച്ചും പിത്തദോഷം വർദ്ധിച്ചും ഈ രീതിയിലുള്ള ഹോർമോണൽ തകരാറുകളും പലതരത്തിലുള്ള മുഴകളും ഉണ്ടാകുന്നു. അത് പിന്നീട് കാലാന്തരത്തില് അർബുദമായിട്ട് മാറുന്നതിനും ഇടയാക്കുന്നു. സാധാരണയായിട്ട് കാണിച്ചു വരാറുള്ള ചില ലക്ഷണങ്ങള്, ഏറ്റവും ആദ്യം തന്നെ ക്രമം തെറ്റിയ ആർത്തവം. 2 or 3 മാസങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. പിന്നീട് 2 ആഴ്ച അടുപ്പിച്ച്, പിന്നെ അത് കഴിഞ്ഞാൽ 1 മാസം 2 തവണ ആർത്തവം കാണുന്നു. പിന്നീട് ഒരു 6 മാസത്തേക്ക് ആർത്തവം ഇല്ല. ഈ രീതിയിലുള്ള ക്രമം തെറ്റിയ ആർത്തവം. ഇനി അതല്ലെങ്കിൽ വളരെ കാലം തുടർച്ചയായിട്ട് ആർത്തവം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് ആരംഭഘട്ടത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. അതുപോലെ അമിതമായിട്ട് മുഖക്കുരു ഉണ്ടാകുന്നു, അമിതമായിട്ടുള്ള ഓയിലി സ്കിന്നായിട്ട് കാണപ്പെടുന്നു, അമിതമായിട്ടുള്ള മുഖരോമ വളർച്ച കാണുന്നു. ഇതൊക്കെ ഇത്തരം ഹോർമോണൽ തകരാറുകളുടെ ആരംഭ ലക്ഷണങ്ങളായിരിക്കാം. ഇതുപോലെ തന്നെ കാണിക്കുന്ന മറ്റു ലക്ഷണങ്ങളാണ് അമിത ശരീരഭാരം. അമിതമായിട്ട് ശരീരഭാരം വർദ്ധിക്കുന്നു. പ്രത്യേകമായിട്ട് അടിവയറ് അമിതമായിട്ട് വർദ്ധിക്കുന്നു. അവിടെ കൊഴുപ്പടിഞ്ഞു കൂടുന്നു. ഇതിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. ഒപ്പം തന്നെ മുഖത്തും ശരീരത്തിലും രോമ വളർച്ച അമിതമായിട്ട് കാണുന്നു. തലയോട്ടിയിലെ മുടിവേരുകൾക്ക് ബലം കുറയുന്നു. മുടിയുടെ നിറം ചെമ്പിച്ചു വരുന്നു. ഒപ്പം തന്നെ തിന്നിങ്ങും, ഹെയർ തിന്നിങ്ങും കാണുന്നു. ഈ മുടി ഒഴിച്ചിൽ കാണുന്ന പോലെ തന്നെ ഇവർക്കെല്ലാം തന്നെ മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ ഇത്തരം അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നതാണ്. പൊതുവെ ഈ PCOD, PCOS രോഗാവസ്ഥകൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി പോലുള്ള അവസ്ഥകളിലേക്ക്, അതായത് പ്രത്യുൽപാദന ശേഷി ഇല്ലാതാകുന്നതിനോ ഗർഭധാരണം വളരെ വൈകുന്നതിനോ ഇടയാക്കുന്നതാണ്. ആയുർവേദ രീതിയിൽ ശരീരശുദ്ധി വരുത്തുന്നതിന് വേണ്ടതായ പഞ്ചകർമ്മ ചികിത്സാ രീതികൾ ഇതിന് ആവശ്യമായിട്ട് വരും. ഒപ്പം തന്നെ അമിത ശരീരഭാരം, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വേണ്ടതായ ചികിത്സാ രീതികളും ഭക്ഷണ രീതികളും ഔഷധങ്ങളും അതിനായിട്ട്
ബുദ്ധിവർത്തനം പോലുള്ള ചികിത്സാ രീതികളും തുടരേണ്ടതായിട്ട് വരുന്നതാണ്. ഉള്ളിലേക്ക് നിർദ്ദേശിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും നീർമരുതിന്റെ തൊലിയും ശതാവരിക്കിഴങ്ങും അശോകത്തൊലിയും കറ്റാർവാഴയും അമുക്കുരവും ഗുഗ്ഗുലും കുറ്റമൃതും ത്രിബലത്തോടും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങളാണ് ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുന്ന ആ ദോഷാവസ്ഥകളെ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് നിർദ്ദേശിക്കാറുള്ളത്. ഉദാഹരണത്തിന് വരണാധിഗണം കഷായം, ലോദ്രാദി കഷായം, ദശമൂലം കഷായം, കാഞ്ചനാര ഗുഗ്ഗുലു, യോഗരാജ് ഗുഗ്ഗുലു എന്നീ ഔഷധങ്ങളും അവസ്ഥാനുസരണ പ്രയോഗിച്ചു വരാറുണ്ട്. PCOD PCOS രോഗികള് ഭക്ഷണരീതികളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടും ഇവരുടെ ഭക്ഷണരീതി ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടതായ ഭക്ഷണരീതികളായിരിക്കണം. അപ്പൊ പിന്നെ മധുരരസം ഒഴിവാക്കേണ്ടതായിട്ട് വരും. നാച്ചുറൽ ആയിട്ടുള്ള പഴങ്ങള് ഒക്കെ മറ്റ് ആർട്ടിഫിഷ്യൽ ഷുഗറും ബേക്കറി സാധനങ്ങളും ശരീരഭാരം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള മാംസാഹാരങ്ങള്, വെണ്ണ, നെയ്യ്, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങള്, എണ്ണപ്പലഹാരങ്ങള്, മധുര പലഹാരങ്ങള്, അരി ആഹാരം, പകലുറക്കം ഇത്തരം സംഗതികളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ശരീരഭാരം നിയന്ത്രിക്കാനായിട്ടും കുറയ്ക്കാനായിട്ടും സാധിക്കുള്ളൂ. ശരീരഭാരം കുറച്ചാൽ മാത്രമേ ഇത്തരം രോഗാവസ്ഥകൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സാധ്യമാകുള്ളൂ. കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമായിട്ടും പഴങ്ങളെയും പച്ചക്കറികളെയും ആശ്രയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് ഓട്സോ, കോൺഫ്ലെക്സോ, മില്ലറ്റ്സോ, കഞ്ഞിപ്പുല്ലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. റാഗി ഈ രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അരിയാഹാരങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഉച്ചയ്ക്ക് ചപ്പാത്തിയോ ഗോതമ്പ് ചോറോ ഗോതമ്പ് കഞ്ഞിയോ കഴിക്കാം. ഇതിനിടയ്ക്കുള്ള സമയത്ത് വിശപ്പ് അനുഭവപ്പെടുമെങ്കിൽ എന്തെങ്കിലും പഴങ്ങളോ ഇനി അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ കഴിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഉണക്കമുന്തിരിയോ ബദാമോ പിസ്ത ഇത്തരം സംഗതികളൊക്കെ ഒരു 3-4 വീതം വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് ചവച്ചരയ്ക്കാവുന്നതാണ്. അരിയാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വൈകുന്നേരത്തേക്ക് ഡിന്നറിനായിട്ട് വെജിറ്റബിൾ സൂപ്പോ ബോയിൽഡ് വെജിറ്റബിൾസോ കഴിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഫ്രൂട്ട്സ് ഏത് തരത്തിലുള്ള പഴങ്ങളും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പൊ ഡിന്നർ വെജിറ്റബിൾ സൂപ്പ്, ബോയിൽഡ് വെജിറ്റബിൾസ്, എന്തെങ്കിലും ഫ്രൂട്ട്സ്. ലഞ്ച് ചപ്പാത്തി, ഗോതമ്പ് ദോശ, അതല്ലെങ്കിൽ ഗോതമ്പ് ചോറ്, ഗോതമ്പ് കഞ്ഞി, അതിന്റെ കൂടെ വെജിറ്റബിൾസ്. ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ മില്ലറ്റ്സ്, ഓട്സ്, റാഗി, ഗോതമ്പ് ദോശ ഇതിലേതെങ്കിലും കഴിക്കുക. ഇതിന്റെ ഒപ്പം തന്നെ ബോയിൽഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഒരു 2-3 ലിറ്റർ വെള്ളം പതിവായിട്ട് കുടിക്കുന്നത് ശീലാക്കണം. ആ കുടിക്കാനുള്ള വെള്ളം മല്ലിയോ ജീരകോ ചുക്കോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതെല്ലാം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പപ്പായയും പൈനാപ്പിളും എള്ളുണ്ടയും മുതിരയൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും സഹായകരമാണ്. ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, അതായത് നിങ്ങളുടെ നിത്യേനയുള്ള ജീവിതശൈലികളിൽ രാവിലെയും വൈകിട്ടും 1-1.5 മണിക്കൂർ സമയം വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും. അതിനായിട്ട് ട്രെഡ്മില്ലോ നടത്തോ ഒക്കെ ആകാവുന്നതാണ്. അതിന്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും യോഗയ്ക്കും പ്രാണായാമത്തിനും മെഡിറ്റേഷനും ഒക്കെ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യവും മറക്കരുത്. സൂര്യ നമസ്കാരമൊക്കെ രാവിലെയും വൈകിട്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ മെഡിറ്റേഷനും പ്രാണായാമവും ഒക്കെ തീർച്ചയായിട്ടും ഇത്തരം രോഗാവസ്ഥകളിൽ വളരെയധികം ഫലപ്രദമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു 2-3 ലിറ്റർ വെള്ളം പതിവായിട്ട് കുടിക്കണം. ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രാത്രി കാലങ്ങളിൽ 8 മണിക്കൂർ കൃത്യമായിട്ട് രാത്രി ഒരു 10 മണി മുതൽ രാവിലെ 6 മണി വരെ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും പകലുറക്കം പരിപൂർണമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. ചില ഹോം റെമഡീസ് കൊണ്ട് മാത്രം തീർച്ചയായിട്ടും ഈ രോഗാവസ്ഥ വിട്ടുമാറുന്നതല്ല. ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം വേണ്ടതായ ഔഷധങ്ങൾ ഉള്ളിലേക്ക് സേവിക്കേണ്ടതായിട്ട് വരും. എന്നിരുന്നാലും നിങ്ങൾക്ക് നിത്യേന നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്, അതുപോലെ ഉലുവ ഒരു രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉലുവ ഒരു രാത്രി വെള്ളത്തിലിട്ട് കുതിർക്കുക. പിറ്റേന്ന് രാവിലെ ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം മീതെ ഒരു 4 നെല്ലിക്ക ജ്യൂസ് അടിച്ചത് അതിന്റെ മീതെ കഴിക്കാം. ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിശപ്പ് തോന്നുന്നതിനനുസരിച്ച് ഓട്സ്, അതിലേക്ക് അല്പം ഫ്ലാക്സ് സീഡും ചിയാ സീഡ്സും ഒക്കെ ചേർത്ത് വേവിച്ചത്, പാലൊന്നും വേണ്ട, ശുദ്ധജലത്തിൽ വേവിച്ചെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അതിന്റെ കൂടെ എന്തെങ്കിലും ബോയിൽഡ് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കഴിക്കാവുന്നതാണ്. ഈ ഒരു രോഗാവസ്ഥയിൽ ചികിത്സാ രീതികളിൽ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അമിത ശരീരഭാരം കുറയ്ക്കുന്നതിനും ആർത്തവ തകരാറുകൾ ക്രമീകരിക്കുന്നതിനും. കൃത്യമായിട്ട് 28-30 ദിവസത്തിനുള്ളിൽ ഒരു 4-5 ദിവസം ഫ്ലോ ഉണ്ടാകുന്ന പോലെ ആർത്തവം ക്രമപ്പെടുത്താനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിനും സാധിക്കണം. ഇത് രണ്ടും വിജയിച്ചാൽ ഈ രോഗാവസ്ഥ വിജയിച്ചു എന്ന് പറയാം. അതല്ലാത്ത പക്ഷം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരം രോഗികൾ അനുഭവിച്ചു വരാറുണ്ട്. ഈ ഹെയർ ഗ്രോത്ത്, അമിത ശരീരഭാരം, ക്രമം തെറ്റിയ ആർത്തവം, മൂഡ് സ്വിങ്സ്, സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, അമിത വിയർപ്പ്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് കൺസൾട്ടേഷന് വരുന്ന രോഗികൾ കൂടുതലായിട്ടും പറയാറുള്ള പരാതികൾ. ഇതിനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കണം ഇതിനായിട്ട് നിർദ്ദേശിക്കുന്ന ചികിത്സാ രീതികളായാലും ഭക്ഷണ രീതികളായാലും ജീവിത രീതികളായാലും. PCOD പോലുള്ള സ്ത്രീരോഗ ചികിത്സയ്ക്കായിട്ട് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കയറി കണ്ടിരിക്കേണ്ടതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.